പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ നാം ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിക്കുകയായിരുന്നു. ഒടുവിലത്തെ പുനരുത്ഥാനത്തിനകത്ത് സഭ ഉൾപ്പെടുന്നില്ല. കാഹളം ധ്വനിക്കുമ്പോൾ സഭ ഉയർക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 1 തെസ്സലോനിക്കർ 4:13 മുതലുള്ള വാക്യങ്ങളിൽ. അതുവരെയും അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉയർത്തെഴുന്നേൽക്കാത്ത സകല മനുഷ്യരും ഇതിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നിട്ട് ഒരു കോടതിയുടെ നിലവാരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്ക് തത്തുല്യമായ വിധി ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ റോഡപകടത്തിൻ്റെ ഇൻഷുറൻസിനോട് ബന്ധപ്പെട്ട സർവേക്ക് വേണ്ടി ഇൻഷുറൻസിൻ്റെ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ സാറിൻ്റെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. നമ്മളൊരു ക്രിമിനലൊന്നും അല്ലല്ലോ, സാധാരണ കാര്യമല്ലേ. അത് എൻ്റെ കൈ കൊണ്ട് ഞാനത് ഓൺ ചെയ്ത് അങ്ങ് കൊടുത്തപ്പോൾ പുള്ളി എന്നോട് അതിനു മുമ്പ് ചോദിച്ചിരുന്നു, ഏകദേശം എത്ര മണിക്കാണ് അപകടം ഉണ്ടായത്, എവിടെയൊക്കെ പോയിരുന്നു, ഏകദേശം എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു, ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടതാണല്ലോ. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഫോൺ എടുത്തിട്ട് അദ്ദേഹം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, 11 മണിക്ക് സാറ് പെരുവ മാർക്കറ്റിലായിരുന്നു. പെരുവ 12 മണിക്ക് ഏകദേശം ഈ അപകടം നടന്നിട്ടുണ്ട്. 1 മണിക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട്. അപ്പം എൻ്റെ സ്പീഡ് എത്രയാണെന്നും അതിനകത്തുണ്ട്. കാരണം ഇൻഷുറൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണോ വണ്ടി ഓടിച്ചതെന്നും അവർക്കറിയാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ മതി നിങ്ങളെ ന്യായം വിധിക്കാൻ. ഇതൊരു 20 കൊല്ലം മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ട മുഴുവൻ പേരും അവരുടെ ഫോണിലൂടെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സിം ഒടിച്ചു കളയുക പലരും. ഒരു പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്നത് അവൻ്റെ ഫോണിൻ്റെ സിഗ്നൽ നോക്കിയിട്ടാണ്, ടവർ നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പം സകല മനുഷ്യരുടെയും ജീവചരിത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്. എന്നിട്ടോ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് തുല്യമായ, പ്രവർത്തികൾക്ക് തക്കതായ വിധി ഉണ്ടായി. ഇവിടുത്തെ പോലെ കൈക്കൂലി, അഴിമതി, സ്വജനപക്ഷപാതം ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം ഒരുപക്ഷെ നടക്കാതെ പോകും. ഇതെല്ലാം വെറും സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളാകാം, അല്ലേ? പലരെയും കുറ്റക്കാരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതാവാം, നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഈ പറഞ്ഞത് നടക്കും. ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തികൾക്ക് കൃത്യമായ വിധിയുണ്ടാവും. പക്ഷെ ഇവിടെ ജീവന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അതെന്തിനാ? അത് ആ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ലെന്ന് കണ്ടാൽ അവരെ ന്യായവിധി, തീപ്പൊയ്ക, നരകത്തിലേക്ക് അവർക്ക് പോകാം. ഈ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.